ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ ഉറക്കണേറ്റു. അപ്പോൾ എനിക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്നൊരു മോഹം. സോ ഞാൻ +1 സ്റ്റാർട്ട് ചെയ്താണ് കുക്കിങ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് രാവിലെ എണീറ്റിട്ട് ഇഡ്ഡലി, സാമ്പാർ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് കിച്ചണിലുള്ളത് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില സമയത്ത് എനിക്ക് സാമ്പാറും ഇഡ്ഡലിയും ഒരു ക്രേവിങ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ എല്ലാവർക്കുമായിട്ട് ഉണ്ടാക്കും. അപ്പം ഇന്ന് ഉണ്ടാക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ശരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്താട്ടോ പുറത്തോട്ട് പോകുന്നുണ്ട്. റൂമിൽ ലൈറ്റും ഫാൻ ഓഫ് ചെയ്തിട്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. 1 സെക്കൻഡ്. രാവിലെ എണീറ്റപ്പം ചില സമയങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാൻ കുക്ക് ചെയ്ത് വയ്ക്കും. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ +2 ആക്ച്വലി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കെന്തോ ഞാൻ നോക്കുമ്പോൾ അമ്മ കുക്ക് ചെയ്യുന്നുണ്ട് കിച്ചണിൽ ഇരുന്നിട്ട്. ഒരു സമയം ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഒരു +1 +2 ടൈമിൽ ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു അമ്മ കുക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വിഷമമുണ്ടായി. സോ എനിക്കും ഹെൽപ്പ് ചെയ്യാമല്ലോ. ഒരു സൺഡേ ദിവസമായിരുന്നു. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അമ്മമാരെപ്പോഴും കുറ്റം പറയും, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. പക്ഷെ അതവർ പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാനാണ്. അപ്പം നമ്മളൊരു പുഷ് കൊടുത്തില്ല. അമ്മ ഞാൻ പഠിക്കട്ടെ, ലൈക്ക് എനിക്ക് പറഞ്ഞു തരണം അമ്മയല്ലേ ഉള്ളൂ എന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അമ്മ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞു. അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കുക്ക് ചെയ്യാൻ. ഇപ്പോഴും ഇതുവരെ ഞാൻ കുക്ക് ചെയ്യും. സോ അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സാമ്പാറും വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പോയി ഐറ്റംസ് നമുക്ക് താഴെ മേടിക്കാം. പണ്ട് ഞാൻ ഇൻസെക്യൂർഡായിരുന്നു. ഇപ്പം ലൈറ്റ് പ്രോപ്പറല്ല എങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ട, ലൈറ്റ് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാം എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. നൗ ഐ ആം റിയലൈസിങ് ലൈക്ക് അങ്ങനെ ആവരുത്. ലൈക്ക് ജസ്റ്റ് ബി റിയൽ. നമ്മൾ നടന്ന് വരുമ്പോഴായിക്കോട്ടെ പല നോയ്സസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ നമ്മുടെ റിയാലിറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ബി റിയൽ. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. എടുത്തിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പാർ പരിപ്പ് വേണം, അതാ ഞാനിപ്പോൾ നോക്കുന്നത്. കടലപ്പരിപ്പ്, വാങ്ങാനുള്ള വാങ്ങി. സോ പൊക്കണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മീറ്റർ കൊണ്ട് പൊക്കത്താണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വ്ളോഗിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ നേരത്തെ ഞാൻ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായിരുന്നു നല്ലത്. പക്ഷെ എല്ലാവരും ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാവരും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടാവും എന്ന് പറയും. പിന്നെ എൻ്റെ നാളേജ് ഇത്തിരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ടിരിക്കും. നമ്മുടെ എഫേർട്ടിനെല്ലാം കൂടെ ഒരു ദിവസം റിസൾട്ട് കിട്ടും. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടൊരു കാര്യം, ഞാൻ ഫാഷൻ ഷോയുടെ 2-3 ഫാഷൻ ഷോയുടെ വീഡിയോസ് ഇതുപോലെ പറയുന്നത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഐ എം സോ സാഡ്. പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനത് ശ്രദ്ധിച്ചില്ല എൻ്റെ ഫോണിൽ നിന്നത് ഡിലീറ്റ് ആയത്. ഇന്ന് ഞാൻ സമയം കിട്ടിയപ്പോൾ ആയതോട് എല്ലാം ഡ്രൈവിലോട്ട് ടാബിലോട്ട് മാറ്റാം, എന്നിട്ട് എഡിറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ എവറിത്തിങ് വാസ് ഗോൺ. എല്ലാം പോയി. ഐ എം സോ സാഡ്. ബട്ട് അതിനെ ഐ തോട്ട് ലൈക്ക് ഓക്കെ, ഇപ്പം ഞാൻ ഗിവപ്പ് ചെയ്താൽ പിന്നെ ആരാണ്? നമുക്ക് ലൈഫിൽ അച്ഛനും അമ്മയും ഉണ്ട് നമ്മുടെ കൂടെ. എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ കുട്ടിയും എവരി സപ്പോർട്ടീവ്. പക്ഷേ ഒരു കരിയർ, ഈ കരിയർ വേണമെന്ന് ചൂസ് ചെയ്ത ഞാനാണ്. അപ്പോൾ
പിന്നെ ഏതൊക്കെ രീതിയിൽ വിസിബിലിറ്റീസ് കൊണ്ടുവന്ന് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവാം എന്നുള്ളത് നമ്മൾ തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ചിലവർക്ക് ചില കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് കിട്ടും അല്ലേ. ഭൂമി എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു സിനാരിയോ ആയിരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം വളരെ കഷ്ടം. എൻ്റെ അകത്ത് എന്തായിരുന്നു എന്നുള്ളതാണ് ടെൻഷൻ. താഴെ പോയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സോ പരിപ്പാണത്. ദെൻ ഫൈൻ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കി. സാമ്പാർ ഈസ് റെഡി. സാമ്പാർ എടുത്തു. ഇതാ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഒന്നിൽ കാണും എൻ്റെ സാമ്പാറിൻ്റെ സംഭവം. ഞാൻ 2 കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഫെൽ ലൈക്ക് ഓക്കെ. 3 കഴിച്ചു, 1 മാറ്റി വെച്ചു. എനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു മാറ്റി വെച്ചുകൊണ്ട് അതിൽ കുറച്ച് സാമ്പാറിൻ്റെ ഇത് കാണുന്നത്. പിന്നെ ഐ തോട്ട് ലൈക്ക് നോ വേ. സി കിച്ചൺ നോക്കേണ്ട മെസ്സാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ മെസ്സാണ്. പിന്നെ ഞാൻ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ കഴിക്കട്ടെ, എല്ലാവർക്കും കൊടുക്കട്ടെ. ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഓപ്പൺ ഹെയർ മോസ്റ്റ്ലി ഞാൻ ചെയ്യാറില്ല. ഓപ്പണായിട്ട് ഹെയർ ഇടാറില്ല കുക്ക് ചെയ്യുന്ന സമയത്ത്. ചില സമയത്ത് ഇറ്റ്സ് ഡിപ്പെൻഡ്. അമ്മയ്ക്ക് അമ്മ അങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യില്ലെങ്കിൽ പോലും മോം യൂസ് ടു സേ ലൈക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തലയൊന്ന് കെട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യുമെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. നെക്സ്റ്റ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം കുക്ക് ചെയ്യുന്നത് കാണിക്കാം ഫോർ ഷുവർ. ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബിൽ നിന്നൊരു ഇൻകം ഒരു 8 വർഷത്തിൽ ഞാൻ അറിഞ്ഞപ്പോഴും ഐ ഡോണ്ട് നോ വൈ എനിക്ക് ഇൻകം കിട്ടുമെന്ന് അറിഞ്ഞിട്ടും യൂസ് ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളതാണ്. അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. കാരണം പെട്ടെന്നായിരുന്നു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കടന്നുകയറ്റവും. ഭയങ്കര സന്തോഷമാണ്. ആളുകളിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മോഡൽസായ ഞങ്ങൾക്കായിരുന്നാൽ പോലും ഓപ്പർച്യൂണിറ്റീസ് അധികം വരുന്നില്ല. കാരണം അവർക്ക് വ്യൂവേഴ്സ് കൂടുതലാണല്ലോ. വ്യൂവേഴ്സ് കൂടുതലായതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു സെറ്റം പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഡ്രസ്സ് ഞങ്ങൾ മോഡൽസിനെ വിളിച്ച് ഷൂട്ട് ചെയ്തു. അതവർക്ക് ഈ പറയുന്ന പോലെ ബോർഡിങ്സ് ആയിട്ടൊക്കെ വെക്കാം, അവരിട്ടു. അതല്ലാതെ ഈ ഇപ്പം നിങ്ങളിൽ ഒരാളായ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്ന ഒരു വ്യക്തി അല്ലേ, അവരാണല്ലോ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇടുന്നത് ഇൻഫ്ലുവൻസേഴ്സ്, റൈറ്റ്? സോ അവർക്കൊരു ഡ്രസ്സ് കൊടുത്തു, പിന്നെ ഒരു സർട്ടൺ എമൗണ്ട് അവർ പറയുന്നത് കൊടുത്താൽ അത് കണ്ട് ഒരുപാട് പേര് വാങ്ങുന്നു. അവർക്ക് എൻ്റെ ബിസിനസ്സിന് എന്താണ് വേണ്ടത്? സെയിലാണ് വേണ്ടത്. അത് നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഭയങ്കരമായ മാറ്റമായിരുന്നു. ഈ പറയുന്ന ബിഗ് ബോസ് പോലും പണ്ട് ഞാൻ ഓഡീഷൻ ചെയ്ത ഒരാളാണ്. ഐ ആം റിയലി ഹാപ്പി. അപ്പോൾ അവർ പറഞ്ഞത് പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൂ. ലോ പ്രൊഫൈലൊന്നും അവർ പറഞ്ഞില്ല, പക്ഷെ എന്നാലും മെയിൻറ്റെയിൻ യുവർ പ്രൊഫൈൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും ഷോസ് ചെയ്തിട്ടും മെയിൻറ്റെയിൻ യുവർ പ്രൊഫൈൽ എന്ന് പറയുന്നു. ഓക്കെ എന്ന് തോന്നി. പക്ഷെ നമുക്ക് ഒരു എല്ലായിടത്തും ചില സ്ഥലങ്ങളിൽ നമുക്ക് ആർഗ്യൊന്നും ചെയ്യുന്നതിനേക്കാളും ലെറ്റ് ഇറ്റ് ബി അങ്ങനെ ഓക്കെ ഒരു എന്താ പറയുക, ഹൗ ടു സേ ദാറ്റ്, നമ്മളവിടെ ആർഗ്യൂ ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്റർ ടു ബി സൈലൻറ്റ് ആൻഡ് നമ്മൾ വിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സോ ഇപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് വ്യൂവേഴ്സ് ഉള്ളവരാണ് ടാലൻറ്റഡ് പീപ്പിൾ എന്നൊരു ടാഗ് എവിടേക്കോ വന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ. വളരെ സന്തോഷം. ഇപ്പം എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു കൈ വേണിക്കുന്നു, കുറേ നേരം പിടിച്ചിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് എന്ത് ജോബാണെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. ഇപ്പോൾ ഒരു ഡ്രൈവറിൻ്റെ മകനാണെങ്കിൽ അച്ഛന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആക്ടേഴ്സിൻ്റെ മക്കളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസിയാണ് നമ്മളെക്കാളും. സമ്മതിച്ച് തരണം കേട്ടോ. പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് ഫിലിം ആയാലും ഏത് ഇൻഡസ്ട്രിയിൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അത് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പം ലൈഫിൽ ഇപ്പോൾ ഒരു 9 വർഷമായി ഐ ആം ഇൻ ദിസ് ഇൻഡസ്ട്രി. പലയിടത്തും കാസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും അവർക്ക് തന്നെ എന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെയും ലാസ്റ്റ് മൊമെൻറ്റിൽ ചേഞ്ച് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഞാൻ തന്നെ എന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി.
ദെൻ വാട്ട് ഐ റിയലൈസ് ലൈക്ക് എൻ്റെ ടൈം വരാൻ പോകുന്നുള്ളൂ മക്കളെ, നെവർ ഗിവ് അപ്പ് ഗോകുല, നെവർ ഗിവ് അപ്പ്, അങ്ങനെ ഒരു തോട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ടു കേട്ടോ, പക്ഷെ അത്ര അങ്ങോട്ട് റീച്ച് വന്നില്ല. പക്ഷേ ഐ നെവർ ഗിവ് അപ്പ്. ഇന്നോട്ട് ഞാൻ എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യും. സോ ഇതെൻ്റെ ഒരു എമോഷനാണ് ഞാൻ പറഞ്ഞത്. അത് നല്ലതായിട്ടും എടുക്കുന്നവരുണ്ടായിരിക്കാം, മോശമായിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. ഓൾ അബൌട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഡിസേർവ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടണം. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടട്ടെ. കീപ് ഹാർഡ് വർക്ക് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.